കേരളത്തിൽ പൗരത്വ നിയമ ഭേദഗതി നടപ്പാക്കാനാകില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. കേന്ദ്ര നിയമമാണെന്നും അത് നടപ്പാക്കേണ്ടി വരുമെന്നും വി ഡി സതീശൻ പറഞ്ഞു. വി ഡി സതീശന്റെ വാക്കുകളിലേക്ക്. കേരളത്തിൽ നടപ്പാക്കാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. അത് ആളെ കബളിപ്പിക്കാൻ പറയണ കേന്ദ്ര നിയമമാണ്, പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമം. അവിടെ നോട്ടിഫിക്കേഷൻ വന്ന തത്വം കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് പറയുന്നതിനെ കാപട്യമാണ്. പിന്നെ കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമുള്ളത്? അതിനൊരു പ്രസക്തിയില്ല, അപ്രസക്തമാണത്. അത് കേന്ദ്ര നിയമമാണ്, രാജ്യത്ത് മുഴുവൻ ബാധകമാണ്, ആപ്ലിക്കബിളാണ്. ഒരു നിയമം പാർലമെൻറ്റ് പാസ്സാക്കിയ ആപ്ലിക്കബിളാണ്. കെ എം ഉമേഷ് ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ഉമേഷ്, ശരിയാണ്, വി ഡി സതീശൻ പറഞ്ഞത് ശരിയാണ്. കേന്ദ്ര നിയമമാണ്, എല്ലാവർക്കും ആപ്ലിക്കബിൾ തന്നെയായ നിയമം തന്നെയാണ്. പക്ഷേ അതിൽ എന്തെങ്കിലും പ്രതിഷേധമുണ്ടെങ്കിൽ അത് ഉന്നയിക്കാനുള്ള സാഹചര്യമുണ്ട്, അവകാശമുണ്ട് നമ്മൾക്ക്. കേരള സർക്കാർ പിന്തുടരുന്നതും അതേ നിലപാട് തന്നെയാണ്, CPM സ്വീകരിക്കുന്നതും അതേ നിലപാട് തന്നെയാണ്. പ്രതിഷേധിക്കും, ഞങ്ങൾ ഇതിൽ പ്രതിഷേധിക്കും, CAA കേരളത്തിൽ നടപ്പാക്കാൻ അനുവദിക്കില്ല എന്നൊരു നിലപാടിലേക്കാണ് കേരള സർക്കാരും CPM-ഉം ഒപ്പം പാർട്ടികളെല്ലാം തന്നെ ആ ഒരു നിലപാടാണ് എടുക്കുന്നത്. അപ്പോൾ പോലും കോൺഗ്രസ് ഇതിനെ സ്വാഗതം ചെയ്യുന്ന ഒരു നിലപാടിലേക്കാണോ പോകുന്നത്? പാർലമെന്റിൽ CAA ചർച്ചയ്ക്ക് വന്നപ്പോൾ പോലും അനുകൂലിച്ച് വോട്ട് ചെയ്ത MP-മാരാണ് നമുക്ക്, കോൺഗ്രസിന്റെ MP-മാരാണുള്ളത്. ഇതേ നിലപാട് തന്നെയാണോ വി ഡി സതീശൻ ഇപ്പോഴും സ്വീകരിക്കുന്നത്? ഇപ്പോൾ കോൺഗ്രസ് കാണിക്കുന്ന, അപ്പോൾ ഈ കോൺഗ്രസ് തെരുവിൽ കാണിക്കുന്ന പ്രതിഷേധങ്ങളെ കാപട്യങ്ങളായി കാണേണ്ടതുള്ളത്? അവിനിഷ, അദ്ദേഹത്തോടുള്ള ചോദ്യം അത് തന്നെയായിരുന്നു. ഈ CAA സംസ്ഥാനത്ത് നടപ്പാക്കില്ല എന്ന് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അത്തരത്തിലുള്ള ആ നിലപാടിന് കോൺഗ്രസിന്റെ പിന്തുണ ഉണ്ടാകുമോ എന്നുള്ളതായിരുന്നു അദ്ദേഹത്തോട് ചോദിച്ചത്. ആ ചോദ്യത്തിനുള്ള ഉത്തരവായാണ് അദ്ദേഹം പറഞ്ഞത് അതൊരു കാരണവശാലും നടപ്പാക്കാതിരിക്കാൻ കഴിയില്ല, അത് കേന്ദ്ര നിയമമാണ് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ സംസ്ഥാന സർക്കാർ തിരിച്ചറിവുള്ള സംസ്ഥാന സർക്കാർ തന്നെയാണ്. പക്ഷേ സർക്കാർ ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ട നിയമ പോരാട്ടത്തിന് പോവുക എന്നുള്ളതാണ്. ഒപ്പം വലിയ പ്രതിഷേധങ്ങൾ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ്. അത്തരത്തിലുള്ള നിയമ പോരാട്ടത്തിന് പിന്തുണ ഉണ്ടാകുമോ എന്ന് അദ്ദേഹത്തോട് ആവർത്തിച്ച് ചോദിച്ചു. പക്ഷേ ആ ചോദ്യത്തോട് പ്രതികരിക്കാൻ പ്രതിപക്ഷ നേതാവ് തയ്യാറായില്ല എന്നുള്ളതാണ് ഇന്ന് വ്യക്തമായത്. അത്തരത്തിലുള്ള നിലപാടിൽ, സംസ്ഥാന സർക്കാരിന്റെ നിലപാടിൽ അതിന്റെ ആത്മാർത്ഥതയില്ല എന്നൊക്കെയാണ് വി ഡി സതീശൻ പറയുന്നത്. പക്ഷേ നിയമ പോരാട്ടം വഴി തന്നെയാണ് ഈ CAA നേരിടേണ്ടത് എന്ന് സംസ്ഥാന സർക്കാർ തിരിച്ചറിയുന്നുണ്ട്. അത്തരത്തിലുള്ള നീക്കമാണ് സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നത്. അത്തരം നിയമ പോരാട്ടം സർക്കാർ ചെയ്യാറുള്ളത് ഇപ്പോഴും എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഈ വാക്കുകളിൽ നിന്ന് വ്യക്തമായിരിക്കുന്നത്. ഉമേഷ്, ഭരണഘടന ഉറപ്പു നൽകുന്നുണ്ട് മതനിരപേക്ഷത. ആ മതനിരപേക്ഷത ഇല്ലാതാക്കാനുള്ള ഏത് ശ്രമങ്ങളെയും ചെറുത്തു നിൽക്കുമെന്നാണ് കേരള സർക്കാരിന്റെ നിലപാട്. ഈ സർക്കാർ നിലപാടിനൊപ്പം നിൽക്കാത്ത പ്രതിപക്ഷം ഇന്നലെ കഴിഞ്ഞ ദിവസം രാജ്ഭവന് മുൻപിൽ കോൺഗ്രസിന്റെ പ്രതിഷേധമുണ്ടായിരുന്നു, CAA നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത്തരത്തിൽ കേരള സർക്കാരിന്റെ നിലപാടിനൊപ്പം നിൽക്കാതെ കേരളത്തിന്റെ തെരുവുകളിൽ കോൺഗ്രസ് നടത്തുന്ന പ്രതിഷേധമല്ലേ ഒരു കാപട്യമായി കാണേണ്ടത്? അതെ, ആ നിലയിൽ അതിനെ കാണേണ്ടി വരും. ഇത്തരത്തിൽ കണ്ണിൽ പൊടിയാനിടാനുള്ള നടപടികളുടെ ഭാഗമായി മാത്രമേ അതിനെ കണക്കാക്കാൻ കഴിയൂ. കാരണം ശക്തമായ ഒരു നിലപാട് സ്വീകരിക്കാൻ ഇതുവരെ കോൺഗ്രസിനോ പ്രതിപക്ഷത്തിനോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഇത്തരത്തിലുള്ള പോരാട്ടങ്ങൾക്ക് ഉറച്ച പിന്തുണ അവർ നൽകേണ്ടതായിരുന്നു. എന്നാൽ അത് അത്തരം പിന്തുണ നൽകാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് വി ഡി സതീശൻ ഇന്ന് പറയാതെ പറഞ്ഞത്. അത്തരത്തിലുള്ള ചോദ്യങ്ങളോട് അദ്ദേഹം പ്രതികരിക്കാൻ തന്നെ തയ്യാറായില്ല എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് 2 തവണ ചോദ്യങ്ങൾ ആവർത്തിച്ചു. ഇത്തരത്തിൽ നടപ്പാക്കില്ല എന്ന നിലപാടിന് പിന്തുണയുണ്ടോ എന്ന് ചോദിച്ചപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് നടപ്പാക്കാതിരിക്കാൻ കഴിയില്ല എന്നുള്ളത്. പക്ഷെ അത് യാഥാർത്ഥ്യം എങ്ങനെയാണെങ്കിലും അതൊരു നിലപാടാണ്. അത്തരത്തിൽ നടപ്പാക്കില്ല എന്നൊരു നിലപാട്, ശക്തമായ ഒരു നിലപാട് സ്വീകരിക്കാൻ പോലും കഴിയുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ട നിയമ പോരാട്ടത്തിന് സർക്കാർ തയ്യാറെടുക്കുന്നുണ്ട്. ആ നിയമ പോരാട്ടത്തിനൊപ്പം നിൽക്കുമോ എന്നുള്ള ചോദ്യത്തോട് പ്രതിപക്ഷ നേതാവ് തയ്യാറായില്ല എന്നുള്ളതാണ്. പക്ഷേ അതേസമയം പുറത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ രാജ്ഭവന്റെ മുൻപിലൊക്കെ ഇത്തരത്തിലുള്ള പ്രതിഷേധം സംഘടിപ്പിക്കുന്നു. അതൊക്കെ ഇത്തരത്തിൽ കണ്ണിൽ പൊടിയിടാനുള്ള നീക്കം എന്നുള്ള നിലയിൽ തന്നെയാണ്. അത് LDF-ഉം അത് തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഏതായാലും ഇന്ന് കൃത്യമായൊരു മറുപടി പറയാൻ വി ഡി സതീശൻ തയ്യാറായില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. ശരി ഉമേഷ്, വ്യക്തമാണ്. കേരളത്തിൽ പൗരത്വ നിയമ ഭേദഗതി നടപ്പാക്കാതിരിക്കാനാവില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. കേന്ദ്ര നിയമമാണ്, അത് നടപ്പാക്കേണ്ടി വരുമെന്നും വി ഡി സതീശൻ കൊച്ചിയിൽ പറഞ്ഞു.